അച്ഛൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും കാലുകൾ പുറകോട്ട് വെച്ചു. എന്താടാ പതിവില്ലാത്ത ഓരോ ശീലങ്ങൾ? ചൂഴ്ന്ന് അടിമുടി നോക്കി. ഏയ്, അത് പല്ലുവേദന, അതാ. കവിളിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു ആര്യൻ. ഹോ, ഞാൻ ഓർക്കുകയും ചെയ്തു. പരിചയമില്ലാത്ത ഓരോ കാര്യങ്ങൾ നടക്കുന്നു. എൻ്റെ മോനിത് എന്തു പറ്റിയെന്ന് ചിന്തിച്ച് വിഷമിച്ചു പോയി. അച്ഛൻ കിടക്കുന്നില്ലേ? പറഞ്ഞതേ വായിലെ പത ഗോപന്റെ മുഖത്തേക്ക് തെറിച്ചു. പോയി തുപ്പി വാ കഴുകി കിടക്കടാ, തന്നെ പാടി നിൽക്കാതെ. വാതിലിൽ കൈ കുത്തി നിന്ന് ഗോപൻ പറഞ്ഞതേ ബ്രഷും വായും കഴുകി മുറിയിലേക്ക് കയറിയിരുന്നു അവൻ. ബെഡിൽ ഇരുന്നു കൊണ്ട് വാതിൽക്കലേക്ക് കണ്ണു നട്ടു അവൻ. നീ ഈ പാതിരാത്രി സ്പ്രേ ഒക്കെ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? മൂക്കുകൊണ്ട് മണം പിടിച്ചെടുത്തുകൊണ്ട് ചോദിച്ചതേ ബനിയൻ തുമ്പെടുത്ത് മണത്തു നോക്കി ആര്യൻ. ഏയ്, വെറുതെ ഒരു രസം. അധികം അടിക്കണ്ട, പെട്ടെന്ന് തീർന്നു പോകും. പിന്നെ അതിന് ഞാൻ കാശ് മുടക്കണ്ടേ? അച്ഛൻ കിടക്കുന്നില്ലേ? വായിക്കോട്ട വിട്ടുകൊണ്ട് ക്ലോക്കിലേക്കും വാതിക്കലേക്കും നോക്കിയപ്പോൾ കണ്ടു കയ്യിൽ ഗ്ലാസ്സിൽ പാലുമായി ആനന്ദിന്റെ മുറിയിലേക്ക് പോകുന്ന വേണിയെ. ഇവൾ എന്തിയേ? നഖം കടിച്ചു മുറിക്കാൻ നോക്കിയപ്പോൾ അത് മിച്ചമുണ്ടായിരുന്നില്ല. നിരാശയോടെ തലചരിച്ച് നോക്കിയതേ കണ്ടതും അച്ഛൻ്റെ വണ്ണമുള്ള ശരീരമാണ്. മുഖമുയർത്തി നോക്കിയതും കണ്ടു നെഞ്ചിക്കായി കെട്ടി നിൽക്കുന്നത്. നീ കുറേ നേരമായല്ലോ തല നീട്ടി നോക്കുന്നത്. ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സമയം കുറേ ആയില്ലേ, മോൻ കിടന്നു. വെറുതെ ഉറക്കം കളയണ്ട, രാവിലെ മുതലുള്ള ഓട്ടമല്ലേ. അവൻ്റെ മുറി ആകെ മൊത്തം ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു ഗോപൻ. അല്ല, അവള് ഏതവള്? കൃഷ്ണ മോനെ മനുക്കുട്ട, നിന്റെ താളം പിടിക്കൽ കണ്ടതേ എനിക്ക് പിടികിട്ടി. നിന്റെ പ്രായം കഴിഞ്ഞാണ് ഞാൻ ഇത്രയും വലുതായത്. അതുകൊണ്ട് വിളച്ചിൽ വേണ്ട. മീശയൊന്ന് പിരിച്ച് മുകളിലേക്ക് വെച്ച് രൂക്ഷമായി നോക്കി ആര്യനെ. അവൾ ആതിരയുടെ കൂടെ കിടന്നോളുമെന്ന്. നാളെ അവർ പോയി കഴിയുമ്പോൾ ആ മുറി അവൾ ഉപയോഗിച്ചോളും. അച്ഛൻ മുണ്ടും മടക്കി കുത്തി പറയുന്നത് കേട്ടതും പകപ്പോടെ നോക്കി നിന്നു ആര്യൻ. ഇങ്ങേർക്കിത് എന്തിൻ്റെ കേടാണ്? എൻ്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കുമല്ലോ ഈശ്വര. അവന്മാരോട് ഇനി എന്ത് പറയും? കണ്ണുകൾ മുകളിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോയി. പിന്നെ രാവിലെ തന്നെ എഴുന്നേക്കണം. നാളെ രാവിലെ തന്നെ 3 ലോഡ് കയറിപ്പോകാനുണ്ട്. ഇന്ന് അവധിയല്ലായിരുന്നോ? എന്നെക്കൊണ്ട് തന്നെ പാടാണ്. ആ ബംഗാളി ചെക്കന്മാരല്ലേ നിൽക്കുന്നത്. ചക്കെന്ന് പറഞ്ഞാൽ ചക്കയെന്ന് കേൾക്കും. അല്ല അച്ഛാ, കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ അല്ലേ കിടക്കേണ്ടത്? അവൻ്റെ സംസാരം കേട്ടതും അവനെ ഒന്ന് അടിമുടി നോക്കി ഗോപൻ. ആഹാ, അമ്മയുടെ കുഞ്ഞുമാവയ്ക്ക് ഇതൊക്കെ അറിയാമല്ലോ. അപ്പോൾ നീ അത്ര കുഞ്ഞല്ല. പിന്നെ എന്തൊക്കെ അറിയാം എൻ്റെ മോന്? അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടാണ് ചോദ്യം. ഞാൻ കുഞ്ഞൊന്നുമല്ല, എനിക്കെല്ലാം അറിയാം. അവൾ ഇവിടെ കിടക്കട്ടെ. വെളിയിലേക്ക് നോക്കി കുറച്ച് ഒച്ചത്തിൽ തന്നെ പറഞ്ഞതും പിൻകാല് കൊണ്ട് കതകൊന്ന് ചാരിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു ഗോപൻ. ഞെട്ടിയതുപോലെ പുറകോട്ട് കാല് വെച്ച് പോയി ആര്യൻ. അറിയാതെ അച്ഛൻ അടിച്ച വലുത് കവളിൽ കൈ വെച്ചു പോയി. ദേ, തന്തയായി പോയി. അല്ലേ നല്ലതുപോലെ ഉത്തരം അങ്ങോട്ട് പറഞ്ഞു തന്നേനെ ഞാൻ. അവൻ്റെ ഒരു ഒരുക്കം. അതിന് വെച്ച പരിപ്പ് പൊന്നുമോൻ അങ്ങ് വാങ്ങിക്കൂ. ആദ്യം നീ വളര്, പിന്നെ സ്വന്തമായി ജോലി നോക്കി ഒരാണിനെ പോലെ ജീവിക്കും. അന്ന് തീരുമാനിക്കാം. അല്ലാതെ ഭർത്താവാണെന്നും പറഞ്ഞ് അവളുടെ ദേഹത്തെങ്ങാനും തൊട്ടാൽ. അറിയില്ല നിനക്കെന്നെ, വെട്ടും ഞാൻ ആ കൈ. നീയൊന്നും ഗവൺമെൻറ് കോളേജ് അന്വേഷിച്ച് നോക്ക് ഈ ഗോപൻ ആരായിരുന്നുവെന്ന്. അവൻ്റെ കയ്യിൽ പിടിച്ചൊന്ന് ഞെക്കിക്കൊണ്ട് പറഞ്ഞതേ ആ തഴമ്പ് പിടിച്ച കൈക്കുള്ളിൽ കിടന്ന് ഞെരിഞ്ഞു ആര്യൻ്റെ കൈ. അവരുടെ ആളുകൾ പറയുന്നത് നീയും കേട്ടതാണല്ലോ. അപ്പോഴത്തെ സന്ദർഭത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തുപോയി ഞാൻ. അവനെ കടുപ്പിച്ചെന്ന് നോക്കിയിട്ട് അയാൾ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. വാതിൽക്കൽ എല്ലാവരും അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് മോളുടെ കൂടെ ആതിര കിടന്നോളും. അവൻ്റെ മുറി സച്ചിയും. നാളെ മുതൽ മോൾക്കായി ആതിരയുടെ മുറി ഒന്ന് ശരിയാക്കി കൊടുത്തേക്ക്. അവൾ അവിടെ കിടക്കട്ടെ. അതെന്നെ വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്? കല്യാണം കഴിച്ചാൽ ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്? അനിത കയ്യിലെ വെള്ളം നൈറ്റി തൂത്തുകൊണ്ട് അങ്ങോട്ട് വന്നു. ആണോ? നിന്റെ മോൻ അതിനിപ്പോഴും കുഞ്ഞല്ലേ. അവനൊന്ന് വളർന്നോട്ടെ. പിന്നെ ഈ കല്യാണം എൻ്റെ തീരുമാനമായിരുന്നു. 2 പേരുടെ സ്ഥാനത്ത് നിന്ന് നോക്കുവാണെങ്കിൽ ഇഷ്ടമില്ലാതെ നടന്നൊരു കല്യാണം. കൃഷ്ണമോള് അവൾക്കും ഒരു മനസ്സുണ്ട്. അതിവിടെയുള്ളവരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പറഞ്ഞുകൊണ്ട് അയാൾ നോക്കിയത് ആനന്ദിനെയും വേണിയെയുമാണ്. കല്യാണം കഴിക്കുന്ന പ്രായമല്ല എന്ന് ഞാൻ പറയുന്നില്ല. കൃഷ്ണമോൾക്കും ഇതേ പ്രായം തന്നെയാണ്. പക്ഷേ മോളുടെ പകുതിയില്ല നിന്റെ മോന് അനിതേ.
അവൻ്റെ ഇളക്കം അതെന്തിനാണെന്ന് എനിക്കറിയാം. അവളുടെ മനസ്സിൽ ആദ്യ ഭർത്താവ് എന്ന നിലയിൽ കയറിപ്പറ്റിട്ട നിന്റെ മോൻ. പരസ്പരം സ്നേഹവും വിശ്വാസവും ഇല്ലാതെ ഒരു ജീവിതവും കെട്ടിപ്പൊക്കാൻ പറ്റില്ല. മോൾ ഇവിടുത്തെ സാഹചര്യങ്ങളുമൊക്കെയായി ഒന്ന് ഒത്തുചേർന്ന് പോകട്ടെ. പറഞ്ഞുകൊണ്ട് മിനുങ്ങി നിൽക്കുന്ന മോനെ ഒന്ന് നോക്കി. എന്നാൽ അധികം ഉറക്കളിക്കണ്ട, രാവിലെ പോകേണ്ടതല്ലേ. മോൾക്ക് അവനെ ഭർത്താവായി അംഗീകരിക്കാൻ സമയം വേണമെന്ന് അച്ഛനറിയാം. മോള് പോയി കിടന്നോളൂ. അവൾക്കായി ചിരി നൽകിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു അയാൾ. ആതിരയ്ക്കൊപ്പം മുറിയിലേക്ക് നടക്കുമ്പോൾ അറിയാതെ പോലും ആര്യനെ നോക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൃഷ്ണ. അപ്പോഴും കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്നത് വേണിയുടെ കൈപിടിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്ന ആനന്ദിനെയാണ്. അവൾ പാലുമായി ആ മുറിയിലേക്ക് പോയത് താൻ കണ്ടതാണ്. അയാളിപ്പോൾ തൻ്റെ ആരുമല്ല, ചതിയനാണ്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് താൻ പണിതു തീർത്ത കൊട്ടാരത്തിലെ രാജകുമാരൻ അയാളായിരുന്നു. പെട്ടെന്ന് എല്ലാം മറക്കാൻ പറ്റാത്ത പോലെ ആര്യനെ പോലുള്ള ഒരാളുടെ കൂടെ താൻ എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും? പക്ഷേ തനിക്ക് ശ്രമിച്ചേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. ഓരോന്നും ഓർത്തതും മനസ്സ് വല്ലാതെ കലുഷിതമാകുന്നത് അറിഞ്ഞു. കൃഷ്ണ. ജനൽക്കമ്പിയിൽ പിടിച്ച് എന്തോ ആലോചിച്ച് നിൽക്കുന്ന കൃഷ്ണയുടെ തോളിൽ പിടിച്ചു ആതിര. വിങ്ങിപ്പൊട്ടി നിന്ന അവൾ പെട്ടെന്ന് ആതിരയുടെ മാറിലേക്ക് വീണുപോയി. അവളുടെ തേങ്ങിക്കരച്ച് തൊലിപ്പുറത്ത് തട്ടുന്നത് അറിഞ്ഞു ആതിര. അവളുടെ മുടിയിലൂടെ തലോടി ആശ്വസിപ്പിച്ചു. കരയല്ലേ, ഞങ്ങളുടെ മനു പാവമാണ് കൃഷ്ണ, എല്ലാം ശരിയാകും. കുഞ്ഞളിയോ? ഒച്ച കേട്ടതും ദേഷ്യം കടിച്ചു പിടിച്ച് തിരിഞ്ഞു നോക്കി. കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി നിൽക്കുന്ന സച്ചിയേട്ടൻ. ഇങ്ങേർക്കിത് നാശം. വാതിലടച്ചു അവൻ്റെ അടുത്തേക്ക് വന്നു ഗ്ലാസ് നീട്ടി സച്ചി. നിന്റെ അമ്മ തന്നുവിട്ടതാ മനൂട്ടന്, കുടിച്ചിട്ട് കിടന്നു. എനിക്ക് വേണ്ട. അവൻ പുതപ്പ് വലിച്ചെടുത്ത് തല വഴി മൂടിക്കിടന്നു കഴിഞ്ഞിരുന്നു. നിനക്ക് വേണ്ടേ? വേണ്ട, ഞാൻ കുടിച്ചോളാം പറഞ്ഞ് ചുണ്ടോടടുപ്പിച്ച് 2 കിടക്ക് ഇറക്കിയതും തട്ടിപ്പറിച്ച പോലെ മേടിച്ച് ഒറ്റ വലിക്ക് കുടിച്ചിരുന്നു ആര്യൻ. അങ്ങനെ താൻ സൂഹിക്കണ്ടടോ, എൻ്റെ പാതി കുടിക്കാൻ നീ എൻ്റെ ഭാര്യയാണോടാ? സച്ചിനെ കടുപ്പിച്ച് നോക്കിയിട്ട് അതേപോലെ തന്നെ കിടന്നു. അതേ കുഞ്ഞളിയോ, രാത്രിയിൽ ആള് മാറിപ്പോയി എൻ്റെ ചാരിത്രം നശിപ്പിച്ചേക്കല്ല്. നെഞ്ചി കൈ മൂടി സച്ചി പറഞ്ഞതേ പുതപ്പിൻ്റെ ഇടയിലൂടെ നോക്കിയവൻ. അളിയനായിപ്പോയി, അല്ലേ തന്നെ കൊന്നേനെ. നശിപ്പിക്കാൻ പറ്റിയ ചീള്. പിന്നെ ഈ ആര്യൻ അത്രയും മുട്ടി നിൽക്കുമല്ലേ. കേട്ടോടോ സച്ചി അളിയോ. പുതപ്പ് തലവഴിയിട്ട് കൈകൾ കാലിൻ്റെ ഇടയിലേക്ക് കയറ്റി ചുരുണ്ട് കിടന്ന് കഴിഞ്ഞിരുന്നു ആര്യൻ. അവൻ്റെ കാട്ടായം കണ്ട് ചിരി കടിച്ചു പിടിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു കിടന്നു സച്ചിയും. ആ വീട് മുഴുവൻ ഉറങ്ങുമ്പോഴും കണ്ണൊന്ന് ചിമ്മി അടയ്ക്കാൻ കഴിയാതെ ഒരുവൾ മാത്രം കണ്ണു തുറന്നു കിടന്നു. ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കൃഷ്ണ. അടുത്ത് കിടക്കുന്ന ആതിര ചേച്ചി നല്ല ഉറക്കമാണ്. ഉറക്കത്തിൽ തന്നെ വട്ടം കെട്ടിപ്പിടിക്കുകയും തന്നിലേക്ക് അടുത്തു വന്ന് നെഞ്ചോട് ചേരാൻ നോക്കുന്നത് കണ്ടതും മനസ്സിലായി ആള് മാറിപ്പോയെന്ന്. വയറ്റിൽ ചുറ്റിയിരിക്കുന്ന കൈയെടുത്ത് മാറ്റിക്കൊണ്ട് ചെരിഞ്ഞു കിടക്കുമ്പോൾ മനസ്സിലേക്ക് ഇതുവരെ നടന്നതൊക്കെ കുതിച്ചു വന്നതും മാറിനെ പറ്റിക്കിടക്കുന്ന തലയിലൊന്ന് തൊട്ടുകൊണ്ട് കണ്ണുകൾ ഇറുകയടച്ചു അവൾ. താൻ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെയൊരു വിവാഹവും ഇങ്ങനെയൊരു ആളെയും ആയിരുന്നോ? കല്യാണ ജീവിതത്തിലേക്ക് കയറുന്ന ഏതൊരു പെൺകുട്ടിയെപ്പോലെ ആദ്യമായി പെണ്ണ് കാണാൻ വന്ന, ആദ്യമായി മനസ്സിൽ കയറിയ ആള് ഇപ്പോൾ മറ്റൊരാളെ താലി അണിയിച്ചു കൊണ്ട് തൻ്റെ മുമ്പിൽ. ഓർത്തതെ നെഞ്ചിൽ കല്ല് വെച്ചതുപോലെ. ഇഷ്ടമായിരുന്നോ അറിയില്ല, പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ ആണെന്ന് ചിന്തിച്ചിരുന്നു. ഓരോന്നും ഓർത്തതും നെഞ്ചിൻ്റെ ഭാരത്തിനൊപ്പം വല്ലാത്തൊരു ദാഹവും തോന്നി. ബെഡിലേക്കിരുന്ന് നേർത്ത ഡിം ലൈറ്റിൻ്റെ വെട്ടത്തിൽ എഴുന്നേറ്റ് കഥ തുറക്കുമ്പോൾ എല്ലായിടവും ഇരുട്ടാണ്. ഊഹം വെച്ച് ഭിത്തി തപ്പിക്കൊണ്ട് വെട്ടം വിടുന്നതിന് മുമ്പേ ആരോ വന്ന് ലൈറ്റ് ഓണാക്കിയിരുന്നു. കൃഷ്ണ. വിളിയോടൊപ്പം ആ മുഖവും തെളിഞ്ഞു വന്നു. ആനന്ദ്. താൻ ഉറങ്ങിയില്ലേ? എന്നെ നോക്കി ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ തോന്നിയില്ല. ഉള്ളിൽ അയാളോട് ദേഷ്യമില്ല, എങ്കിലും തന്നെയും കുടുംബത്തെയും ചതിച്ചുവല്ലോ എന്നോർക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നിരുന്നു അവൾ. വെള്ളമാണോ? ഈ ജഗ്ഗിലുണ്ട്, ഞാനിപ്പോൾ എടുത്തതാ പറഞ്ഞതേ പിന്തിരിഞ്ഞു നോക്കി. തനിക്ക് നേരെ നീട്ടുന്ന ആ ജഗ്ഗ് മേടിക്കാൻ തുടങ്ങിയതും കണ്ടു വാതിലോളം വന്നു നിൽക്കുന്ന വേണിയെ.
നീട്ടിയ കൈ പിൻവലിച്ചുകൊണ്ട് മുറിയിലേക്ക് നടക്കുമ്പോൾ വല്ലാത്തൊരു ശ്വാസമുട്ടൽ തോന്നിപ്പോയി. കൃഷ്ണ, വെള്ളം വേണ്ടേ? ആ ചോദ്യത്തിന് മുമ്പിൽ വാതിൽ വലിച്ചടച്ചു കളഞ്ഞു അവൾ. തുടരും. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എനിക്കറിയാം ചെറിയ പാർട്ടാണെന്ന്. എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ ശ്വാസമുട്ടൽ പോലെയുണ്ട് പറയുമ്പോൾ, അതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി പറഞ്ഞേനെ.